ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ എത്ര പേര് സമ്മതിക്കുമായിരുന്നു എഡ്യൂക്കേഷൻ എന്നുള്ളൊരു സ്പേസിൽ ഓരോ ടൈമിലും ഇപ്പോൾ ഓരോ ടെക്നോളജി ലൈക്ക് ഓരോ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻട്രാക്റ്റീവ് ലേണിംഗ്, പ്രാക്ടിക്കൽ ലേണിംഗ്, ഗെയിമിഫിക്കേഷൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആസ് എ പാരന്റ് നോക്കുകയാണെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ സൈഡ് നടന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻസ് റിസോഴ്സസും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് ഒരുപാട് സംഗതികൾ ഇങ്ങനെ എന്താ പറയുക ഓവർ കൺസ്യൂംഡ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓവർ കോണ്ടന്റ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്നൊക്കെയോ എന്തൊക്കെയോ റിസോഴ്സസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു റിക്വയർമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും നീഡായിട്ട് തോന്നുന്ന ഒരു സംഭവം. കാരണം ഇവർക്ക് ലേണിംഗ് സ്പേസിൽ എല്ലാ രീതിയിലും പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പറഞ്ഞ പോലെ ഗെയിമിഫിക്കേഷനിലൂടെ പഠിക്കണമെങ്കിൽ ഇൻട്രാക്റ്റീവ് ലേണിംഗ് ആണെങ്കിൽ ടൂൾസ് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ അവരേറ്റവും നമ്മളെക്കാൾ നന്നായിട്ട് ഇപ്പോഴത്തെ പിള്ളേർ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് പഠിക്കുന്നുണ്ട്, ഭയങ്കര ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് എന്താണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്, അവർക്ക് ആവശ്യമുള്ള ഏരിയ ഏതാണ്, അതിനെക്കുറിച്ച് അവർക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ച പോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും നീഡായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു മിഷനാണ് ആക്ച്വലി ക്യൂ ലൈവ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ചേഞ്ചസിൻ്റെ കേസിലോട്ട് വരുമ്പോൾ AI ആൻഡ് ഓൾസോ ഹ്യൂമൻ, നമ്മളിപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ എന്നുള്ള ഒരു സംഭവത്തിലോട്ട് തന്നെ വരുന്നത്. അതിന് മുന്നേ ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ എത്ര പേര് സമ്മതിക്കുമായിരുന്നു, എത്ര പേരൻസ് സംഭവിക്കുമായിരുന്നു എനിക്കറിയില്ല. അതിന് മുന്നേ ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഓൺലൈനിൽ പഠിക്കാന്ന് പറയുമ്പോഴൊക്കെ എല്ലാവർക്കും ഒരു ഓൺലൈനിലൊക്കെ പഠിച്ചാൽ ശരിയാവോ അല്ലെങ്കിൽ ഓൺലൈനിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡ് ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനൊക്കെ വന്നാൽ ഇപ്പോൾ നിർബന്ധിതരായി നമ്മൾ ആ ഒരു സിസ്റ്റത്തിനോട് അഡാപ്റ്റ് ആവാൻ നിർബന്ധിതരാവുന്ന ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനോട് അഡാപ്റ്റ് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തു, ഓൺലൈൻ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തു, അതിലോട്ട് മാറി.